ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എലത്തൂരിലെ തോൽവിയിൽ എൻസിപിയിൽ പൊട്ടിത്തെറി. AK ശശീന്ദ്രനെതിരെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയായി VD സതീശനെ തെരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം. ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. വർദ്ധിച്ചുവരുന്ന വെളിച്ച മാലിന്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമങ്ങൾ രൂപീകരിക്കണമെന്ന് ശാസ്ത്രവേദി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. എലത്തൂരിലെ തോൽവിയിൽ എൻസിപിയിൽ പൊട്ടിത്തെറി. AK ശശീന്ദ്രനെതിരെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വന്നത്. കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ടകളിലൊന്നാണ് എലത്തൂർ നിയോജക മണ്ഡലം. എലത്തൂർ മണ്ഡലം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ LDFനെ പിന്തുണച്ചിരുന്ന മണ്ഡലം ഇത്തവണ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് AK ശശീന്ദ്രന്റെ സമീപനങ്ങളാണ് എന്നാണ് പാർട്ടി അണികളും നേതാക്കളും ഒരുപോലെ പറയുന്നത്. ശാരീരിക അവശതകളുള്ള AK ശശീന്ദ്രൻ ഇത്തവണ മത്സരിക്കാതെ മാറി നിൽക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും പരസ്യമായി തന്നെ ഈ ആവശ്യം ഉയർത്തിയിരുന്നു. NCP ജില്ലാ പ്രസിഡന്റും LDF ജില്ലാ കൺവീനറുമായ മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിൽ ടൗൺ ഹാളിൽ കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ആവശ്യം ഉന്നയിച്ചെങ്കിലും NCP നേതൃത്വമോ AK ശശീന്ദ്രനോ അത് മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല. ഇതാണ് പാർട്ടിയെ തകർക്കാൻ കാരണമെന്നാണ് ജില്ലയിലെ നേതാക്കൾ ആരോപിക്കുന്നത്. NCPക്ക് ഊർജ്ജസ്വലമായ നേതൃത്വം വരണമെന്നും പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണി നടത്തണമെന്നുമാണ് പ്രവർത്തകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഖ്യമന്ത്രിയായി VD സതീശനെ തെരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം. കോൺഗ്രസ് പ്രവർത്തകരുടെയും സതീശൻ അനുകൂലികളുടെയും നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. കഴിഞ്ഞ 2 ദിവസമായി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ VD സതീശന്റെ ചിത്രങ്ങളുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. കേരളത്തിന് ഇനി സതീശൻ ഭരണകാലം, ജനകീയ മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയ വാചകങ്ങളാണ് പോസ്റ്ററുകളിലുള്ളത്. മുതലക്കുളം, ചേളന്നൂർ, കക്കോടി, വളയം, അത്തോളി, കൊയിലാണ്ടി, എലത്തൂർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് VD സതീശന് വേണ്ടി പ്രകടനം സംഘടിപ്പിച്ചത്. കക്കോടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് പ്രകടനം നടത്തിയത്. മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് പേരില്ലാതെയാണ് റാലിയുടെ പോസ്റ്ററുകൾ പ്രചരിച്ചത്. മതേതര കേരളം VDക്കൊപ്പം, കെട്ടിയിറക്കിയാൽ കെട്ടുകെട്ടിക്കും തുടങ്ങിയ വാചകങ്ങളുമായി ബഹുജന റാലി എന്ന പേരിലാണ് പ്രകടനം നടന്നത്. കോഴിക്കോട് പാളയം, മെഡിക്കൽ കോളേജ്, കൊയിലാണ്ടി തുടങ്ങിയ ഭാഗങ്ങളിൽ പ്രവർത്തകർ പ്രകടനം സംഘടിപ്പിച്ചു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നാണ് പ്രകടനക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. പാർട്ടി ഔദ്യോഗികമായി ഇത്തരമൊരു തീരുമാനമെടുക്കും മുൻപ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള ഡ്രഡ്ജിംഗ് അവസാന ഘട്ടത്തിലേക്ക്. കാലവർഷം കനക്കുന്നതിന് മുൻപേ ജൂൺ മധ്യത്തോടെ പ്രവർത്തികൾ പൂർത്തിയാക്കാനായേക്കും. 5.94 കോടി ചെലവിട്ടുള്ള പ്രവർത്തികൾ ആരംഭിച്ചത് കഴിഞ്ഞ ഏപ്രിൽ 25-നാണ്. ഹാർബറിലും പരിസരത്തും മണ്ണടിഞ്ഞ് മത്സ്യബന്ധന യാനങ്ങൾ വന്നുപോകാനും ഹാർബറിൽ അടുപ്പിക്കാനും കഴിയാതായതോടെയാണ് ആഴം കൂട്ടാൻ തീരുമാനിച്ചത്. വേലിയിറക്ക സമയങ്ങളിൽ ബോട്ടുകൾ ഹാർബറിൽ നങ്കൂരമിടാനും മീൻപിടുത്തത്തിന് പോകുന്നതിനും പ്രയാസമുണ്ട്. ഇതിന് ശാശ്വത പരിഹാരമായാണ് ഹാർബറിലും പരിസരത്തുമായി മണ്ണു നീക്കൽ. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർവഹണ ചുമതല. ഗോവ ഡ്രഡ്ജിംഗ് കമ്പനിയാണ് കരാർ എടുത്തിരിക്കുന്നത്. നീക്കം ചെയ്യുന്ന മണ്ണും ചെളിയും മറ്റു വസ്തുക്കളും വലിയ ബാർജിൽ ശേഖരിച്ച് ഒന്നിച്ച് പുറം കടലിൽ തള്ളുകയാണ്. വെള്ളത്തിൽ സ്ഥാപിച്ച പൊൻറ്റൂണുകളിൽ മണ്ണുമാന്ത്രി യന്ത്രം ഘടിപ്പിച്ചാണ് ഡ്രഡ്ജിംഗ്.
ഹാർബറിലെ ലോ ലെവൽ ജെട്ടി മുതൽ സിൽക്ക് കപ്പൽപ്പൊളിശാല വരെ 120 മീറ്റർ വീതിയിലും 410 മീറ്റർ നീളത്തിലുമാണ് ഡ്രഡ്ജിംഗ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വർദ്ധിച്ചു വരുന്ന വെളിച്ച മാലിന്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കണമെന്ന് ശാസ്ത്രവേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അച്യുത ശങ്കർ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെളിച്ച മാലിന്യത്തെക്കുറിച്ച് ശാസ്ത്രവേദി കോഴിക്കോട്ട് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അച്യുത ശങ്കർ ഉദ്ഘാടനം ചെയ്തു. തട്ടുകടകളിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് ശക്തമായ LED ബൾബുകളുടെ പ്രകാശം തുടർച്ചയായി ഏൽക്കുന്നത് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇതിനായി ബോധവൽക്കരണം വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശാസ്ത്രവേദി രൂപവൽക്കരണം ചെയ്ത പ്രത്യേക ഷെയ്ഡുകൾ ഈ പ്രശ്നത്തിന് ചെറിയ തോതിൽ പരിഹാരമാകുമെന്നുകൂടി അദ്ദേഹം നിർദ്ദേശിച്ചു. എനിക്ക് പറയാൻ വളരെ സന്തോഷമുണ്ട്. കേരളത്തിലെ പ്രബല ശാസ്ത്ര സംഘടന എന്നറിയപ്പെടുന്ന സംഘടനയേക്കാൾ കൂടുതൽ നമുക്ക് പുസ്തകം വിൽക്കാൻ സാധിച്ചു. നമ്മുടെ മാസികകൾ, നമ്മുടെ കലണ്ടർ, അത് നമുക്ക് ഇതുവരെ പുസ്തകങ്ങളില്ലായിരുന്നു, പ്രസിദ്ധീകരണങ്ങളില്ലായിരുന്നു. ഇത് നമുക്ക് 18 പുസ്തകങ്ങൾ കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് 18 പുസ്തകം. പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് PI അജയൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് EM രാജൻ, ജില്ലാ സെക്രട്ടറി ഡോക്ടർ K അനൂപ്, ഡോക്ടർ അഖിൽ R കൃഷ്ണൻ, TKA അസീസ്, മൂസ പന്തിരാങ്കാവ്, ഡോക്ടർ നാസർ, ഡോക്ടർ P ശ്രീമാനുണ്ണി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ മഴക്കാല പൂർവ്വ ശുചീകരണം ആരംഭിച്ചു. വാർഡ് 28 കുതിരവട്ടത്താണ് ശുചീകരണ യജ്ഞം നടന്നത്. ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും നേതൃത്വം നൽകി. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് 28 കുതിരവട്ടത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം നടത്തി. 30ാം വാർഡ് കൗൺസിലർ ഇന്ദിരാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിജുന, കൺവീനർ ബാബു മരക്കാട്ട്, വിവേകാനന്ദൻ മാസ്റ്റർ, ഹെൽത്ത് ജീവനക്കാർ, ആശാവർക്കർമാർ, റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികൾ, അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നാട്ടുകാർ തുടങ്ങിയവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി എന്ന സന്ദേശത്തിൽ ഹോമിയോ ദിനാചരണം നടത്തി. BM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഹോമിയോപ്പതി ദിനാചരണം സംഘടിപ്പിച്ചു. സുസ്ഥിര ആരോഗ്യത്തിന് ഹോമിയോപ്പതി സന്ദേശത്തിൽ കോഴിക്കോട് BM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഏതൊരു മനുഷ്യനും ചികിത്സാ രംഗത്ത് മുമ്പ് കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാണ് ഏറ്റവും പ്രയോജനകരമെന്ന് ചിന്തിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു പക്ഷേ കുട്ടികൾക്ക് മരുന്ന് കഴിക്കുന്നതിനുള്ള പ്രയാസമില്ലാതെ കഴിക്കാനുള്ള ഒരു സാധ്യതയാകാം. അപ്പം അങ്ങനെ ഒരു ധാരണയായിരുന്നെങ്കിൽ ഇന്നും അതൊന്നൊക്കെ മാറി എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും മറ്റ് പല ചികിത്സാവിധികളും തേടി ചിലപ്പോൾ ആശ്വാസം കണ്ടെത്താതെ കഴിഞ്ഞാൽ വന്നു ചേരുക വീണ്ടും ഹോമിയോയിലേക്ക്. ഞാനത് പറയാൻ കാരണം ഞാനതിൻ്റെ ഒരു ആളായിരുന്നു. ഇപ്പോൾ എൻ്റെ വൈഫിന് ഡോക്ടറെ കാണിച്ചു. ഇന്നലെ ആയുർവേദം നോക്കിയിരുന്നു കേട്ടോ, അലോപ്പതി നോക്കി.
പക്ഷെ ഇപ്പോൾ ഞാൻ അവസാനം എത്തി നിൽക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാന്ന് പറഞ്ഞാൽ ഹോമിയോ. മാസങ്ങളോളമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ നവാസ്, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാജീവ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ രാജാറാം, ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്ന യാസ്മിൻ വയലിൽ, ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ PM സിനി, വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ T അസീസ്, ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ BJ സോണി, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനീന P ത്യാഗരാജ്, ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മൻസൂർ അലി, സൂപ്രണ്ട് ഡോക്ടർ B റിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് സൗജന്യ രക്തപരിശോധന, വിവിധ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ക്യാമ്പ്, കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കിയ മെഗാ മെഡിക്കൽ എക്സിബിഷൻ, ഹോമിയോപ്പതി മരുന്ന് നിർമ്മാണ പ്രക്രിയയും അവയുടെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണവും പരിപാലനവും സംബന്ധിച്ച് PowerPoint പ്രസന്റേഷൻ, മെഡിക്കൽ ക്വിസ്, വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KCF ചാരിറ്റി ഫൗണ്ടേഷന്റെ ഡിസബിലിറ്റി ഫെസ്റ്റിവൽ മെയ് 10 JDT ഓഡിറ്റോറിയത്തിൽ നടക്കും. ഭിന്നശേഷിക്കാരായവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് ഭിന്നശേഷി സൗഹൃദ മഹാസംഗമം നടക്കുന്നത്. മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. KCF ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന സംഘടന ഡിസബിലിറ്റി സൗഹൃദ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയാണ്. ഭിന്നശേഷിക്കാരായ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവരെ സാമൂഹ്യമായും സാംസ്കാരികമായും ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്. KCF ചാരിറ്റി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഡിസബിലിറ്റി ഫെസ്റ്റിവലിൽ സാംസ്കാരിക സമ്മേളനം, ഭിന്നശേഷി കലോത്സവം, വിവിധ കലാരൂപങ്ങൾ, എക്സിബിഷൻ, ആയുർവേദ ഫിസിയോതെറാപ്പി ക്യാമ്പ്, നേത്രരോഗ നിർണയ ക്യാമ്പ്, പുസ്തക പ്രകാശനം, ഭിന്നശേഷിക്കാരുടെ ഉൽപ്പന്ന വിപണന മേള തുടങ്ങിയവയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മെയ് 10 ഞായറാഴ്ച വെള്ളിമാടുകുന്ന് JDTയിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പരിപാടികൾ നടക്കുക. ഈ വരുന്ന 10-ാം തീയതി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ പ്രോഗ്രാമും ഇവർ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. ഇവരെ കലാകാരന്മാരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, മറ്റ് മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളുണ്ട്. ഉദ്ഘാടനം മേയർ O സദാശിവൻ നിർവഹിക്കും. നിയുക്ത MLA അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, കവി PK ഗോപി, JDT സെക്രട്ടറി CA ഹാരിഫ്, ഡോക്ടർ റോഷൻ ബിജ്ലി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൾ റസാഖ് മാളിയേക്കൽ, അബ്ദുൽ കലാം ആസാദ്, കെൻസ ബാബു, R ജയന്തകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫെമിന മിസ് ഇന്ത്യ കേരള 2026 കോഴിക്കോട് സ്വദേശിനി മേധാവി സാബു തിരഞ്ഞെടുക്കപ്പെട്ടു. ദേവഗിരി CMI പബ്ലിക് സ്കൂളിൽ പഠിച്ച മേധാവി നന്ദിത് സാബുവിന്റെയും ശില്പയുടെയും മകളാണ്. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ മേധാവി സാബു
ബംഗളൂരുവിൽ കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുകയാണിപ്പോൾ. മോഡലിംഗിലും ഫാഷനിലും താല്പര്യമുള്ളയാളാണ് താനെന്ന് മേധാവി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. I was born and brought up in Calicut. In fact, I went to school at Devgiri CMI Public School for the first 16 years of my life. So my origin and everything has pretty much been Kozhikode, Nyan, Kozhikodila. So after my schooling, I went on to do my engineering degree from Manipal, MIT Manipal. And after that, I was working in Bangalore. While I was working in corporate, I always had this urge to get into modeling. So I started modeling for designers on the side by side. And this opportunity just happened. I'm really glad it did. I got to represent my state, my identity at such a big national level platform. Thank you. ഭുവനേശ്വറിലായിരുന്നു ഫെമിന മിസ് ഇന്ത്യ മത്സരം. വാർത്താ സമ്മേളനത്തിൽ നന്ദിത് സാബുവും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് IT മന്ത്രാലയത്തിന് കീഴിലുള്ള നീലിറ്റ് സൗജന്യ മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. തൊഴിൽ മേള മെയ് 10 നാദാപുരം IHRD കോളേജിൽ നടക്കും. തൊഴിൽ മേളയിൽ 20-ലധികം പ്രമുഖ സ്ഥാപനങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മെഗാ ജോബ് ഫെയർ ഈ വരുന്ന മെയ് 10 നീലിറ്റും അതേപോലെ നാദാപുരം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഈ സ്ഥാപനം കൂടാതെ SREO ഈ 3 ഓർഗനൈസേഷനും കൂടിയിട്ടാണ് നമ്മൾ ഈ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാദാപുരം IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് അവിടെ വെച്ചിട്ടാണ് ഈ മേള സംഘടിപ്പിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഇത് മെഗാ ജോബ് ഫെയർ എന്ന് പറയുന്നത് എല്ലാ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന സെക്ടറിലെ ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. കാൻഡിഡേറ്റ്സിന് ഈ www.calicut.neelit.in/job fair ഈ ഒരു പർട്ടിക്കുലർ രജിസ്ട്രേഷൻ പോർട്ടലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 10ാം ക്ലാസ് പാസ്സായ മുതൽ ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. കൂടാതെ 40-ഓളം കമ്പനികൾ നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ കമ്പനികളും ഇതിൻ്റെ കൂടെ പാർട്ടായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മെയ് 10 രാവിലെ 9:30 മുതൽ 4:30 വരെയാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. SSLC മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി 1000-ലധികം തൊഴിലവസരങ്ങളാണ് തൊഴിൽ മേളയിൽ ഒരുക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനായി www.calicut.neelit.in/job-fair എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 4952287266 എന്ന നമ്പറിലും ബന്ധപ്പെടാം. മെയ് 10 രാവിലെ 9:30 മണി മുതൽ വൈകിട്ട് 4:30 മണി വരെ നാദാപുരം IHRD കോളേജിലാണ് സൗജന്യ മെഗാ തൊഴിൽ മേള നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ തൊഴിൽ മേള കൺവീനർ രാജേഷ് M, IHRD നാദാപുരം പ്രിൻസിപ്പൽ അശോകൻ OV, ശ്രീജിഷ് SG എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ഇന്റർനാഷണൽ 318 ജില്ലാതല വനിതാ കോൺക്ലേവ് നടത്തി. ഉഡാൻ ഹെർ ഡ്രീംസ് ഹെർ പവർ എന്ന സമ്മേളനം കണ്ണൂരിലാണ് സംഘടിപ്പിച്ചത്. കണ്ണൂർ മേയർ P. ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318യുടെ ജില്ലാതല വനിതാ കോൺക്ലേവിന് കണ്ണൂർ ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ വേദിയായി. കണ്ണൂർ മേയർ P. ഇന്ദിര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത മുഖ്യാതിഥിയായി. വിമൻ ഓൺ വിങ്സ് പ്രസിഡന്റ് ഡോക്ടർ മീതു മനോജ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. സന്ധ്യ രാജ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇമേജ് ആൻഡ് എംപവർമെന്റ് ക്യാബിനറ്റ് സെക്രട്ടറി റീജ ഗുപ്ത മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജയശ്രീ നയിച്ച ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് എന്ന സെഷനും കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവി നേതൃത്വം നൽകിയ വനിതാ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പാനൽ ചർച്ചയും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായി. ഡോക്ടർ സുചിത്ര സുധീറിന്റെ നേതൃത്വത്തിൽ പുതിയ വനിതാ അംഗങ്ങളുടെ ഇൻഡക്ഷനും കോൺക്ലേവിൽ നടന്നു. ഡിജി ഇലക്ട് ടൈറ്റസ് തോമസ്, സെക്കൻഡ് വൈസ് ഡിജി ഇലക്ട് വത്സല ഗോപിനാഥ്, വിശോഭ് പനങ്ങാട്, ഡോക്ടർ അനിത ദിലീപ്, അഡ്വക്കേറ്റ് ഡെയ്നി റഹ്സിൽ, ഡോക്ടർ സുജ വിനോദ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എലത്തൂരിലെ തോൽവിയിൽ NCPയിൽ പൊട്ടിത്തെറി. AK ശശീന്ദ്രനെതിരെയാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം രംഗത്ത് വന്നത്. മുഖ്യമന്ത്രിയായി VD സതീശനെ തെരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം. ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിന്റെ ആഴം വർദ്ധിപ്പിക്കാനുള്ള ഡ്രഡ്ജിംഗ് പ്രവർത്തികൾ അവസാന ഘട്ടത്തിലേക്ക്. വർദ്ധിച്ചു വരുന്ന വെളിച്ച മാലിന്യം നിയന്ത്രിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമങ്ങൾ രൂപീകരിക്കണമെന്ന് ശാസ്ത്രവേദി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.